വേറെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ അവന്മാരിപ്പോൾ ഇതുവഴി വരും കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവന്മാർ എന്നെ കിടന്ന് വിളിക്കുമോ ഫുഡ് കഴിച്ചിട്ട് പോകാം അപ്പം അത് വേണ്ട, അത് ശരിയാവത്തില്ല. നമുക്ക് ലോറിയുടെ മുകളിൽ കയറി ഇരിക്കാം. ഹലോ ഗൈസ്, ട്രാവൽ തോപ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ചെണ്ടമുക്കിലാണ് കേട്ടോ. വീട്ടിൽ നിന്ന് മാർത്തോമ സ്കൂളിൻ്റെ അവിടം വരെ നടന്നു കേട്ടോ. ഞാൻ പുനലൂർ റോഡിൽ നിൽക്കണം, എനിക്ക് ലോറികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഈ ഒരു വഴിവരെ നടന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്, അതായത് കൊടൈക്കനാൽ വരെയുള്ള യാത്രയാണ്. ഓക്കെ, അപ്പം പിന്നെയുള്ള വീഡിയോസ് അതായിരിക്കും. യുഎയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഞാനൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, എല്ലാ വീഡിയോ ഡിലീറ്റ് ആയി കളഞ്ഞ്. യുഎയിൽ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. പൈസ ഇല്ലാതെ എങ്ങനെ കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അതായത് യാത്ര ചെയ്യാൻ ലിഫ്റ്റ് അടിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 2 കിലോമീറ്ററോളം നടന്നു. ഓക്കെ, കണ്ട് വിയർത്തൊലിച്ച്. അറിയാവുന്ന ആളുകളൊക്കെ എവിടെ പോവാ എല്ലാവരും ചോദ്യം. നിർത്തി കൊടൈക്കനാൽ പറഞ്ഞ് പോവാണ് കേട്ടോ. ഓക്കെ, നമ്മളിവിടെയാണുള്ളത്. ഇനി ഇവിടുന്ന് നമുക്ക് പുനലൂർ റൂട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഈ സൗത്തിൻ്റെ ബാങ്കിലൊന്ന് കയറണം, അത് റെഡിയാക്കാൻ വേണ്ടി. ജസ്റ്റ് അവിടെ കയറിയിട്ട് അവിടെ നേരെ. ഓക്കെ, ഇപ്പോൾ ഫുള്ളായിട്ട് കാണണം വീഡിയോ. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്ക് ഈ വീഡിയോസ് കാണാൻ പറ്റും. പൈസ ഇല്ലാതെ മടി പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ യാത്ര ചെയ്യട്ടെ. ഓക്കെ, പരിപാടി തുടങ്ങാം. ഇതേപോലെ ചായ കൊണ്ടിരിക്കുന്നത് ആന്നല്ലേ കണ്ട് ഞാൻ വിചാരിച്ചു അവിടെ എത്തുന്നതിന് ഇവിടെ പോകാതിരിക്കുന്നു വിചാരിച്ചു. കോട്ടെ ഏത് വഴിയാ? സെയിം കൊടൈക്കനാൽ. അവിടുന്ന് ഊട്ടി അങ്ങനെ മൈസൂർ അങ്ങനെ പോകാനുള്ള പരിപാടി. ഓക്കെ, കോട്ടെ എന്നാ. അസ്സലാമു അലൈക്കും, ദുആ ചെയ്യേ. ഓക്കെ, സത്യം പറഞ്ഞാൽ ആ പുള്ളിയില്ലേ, ആ പുള്ളി എനിക്ക് കഴിഞ്ഞ വട്ടം എന്നെ ലിഫ്റ്റ് കയറ്റി വിട്ട ആളാണ്. ഞാൻ ഇന്ന് പുള്ളിയുടെ കാര്യം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു കേട്ടോ. വേറെ ചായക്കടക്കാരനെ കണ്ടായിരുന്നു. അപ്പം പുള്ളിയും കാണാൻ പറ്റി കേട്ടോ. കഴിഞ്ഞ വട്ടം എനിക്ക് ലിഫ്റ്റ് കയറ്റി വിട്ട ഒരാളാണ് ആ പുള്ളി. അപ്പോൾ പുള്ളിയും കാണാൻ പറ്റി. എനിക്കിങ്ങനെ റിപ്പീറ്റ് വരാറുണ്ട് കേട്ടോ പല കാര്യങ്ങളും. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എനിക്ക് ബാങ്കിൽ പോകണം. ഇവിടെ ആയ നമ്മൾ. ഓക്കെ, അതാണ്ട് പുള്ളിയുടെ അനിയനാണ് കേട്ടോ ഇത്. ബാങ്കിൽ പോട്ടെ. അങ്ങനെ റെഡിയായി കേട്ടോ. സത്യം പറഞ്ഞാൽ ബാങ്കിൽ കയറിയപ്പോഴത്തേക്കും ഞാൻ ഉള്ളു വേർതിരിക്കുകയാണ് കേട്ടോ. അത് ഇവിടുത്തെ നമ്മുടെ ബോയ്സ് വാർത്തമ്മയുടെ അവിടെ ഉള്ളതാണ് കേട്ടോ. അവരുടെ ആ ചേച്ചിയുണ്ട്, ആ ചേച്ചിയാണ് പെട്ടെന്ന് റെഡിയാക്കി തന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ടാണ് ഈ കുട്ടി. അപ്പോൾ അങ്ങനെ അവൻ വഴി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഓക്കെ ആയി. നമ്മളിനി യാത്ര തുടങ്ങുകയാണ്. ഇത് ഗേൾസ് സ്കൂളാണ് കേട്ടോ, മാർത്തോമ. ഞാൻ കുഴഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നേരെ ലിഫ്റ്റ് എവിടെ നിന്ന് കിട്ടും? എല്ലാവരും പോയി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, എൻ്റെ സ്പോട്ട്. അവിടെ നിന്നാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടാറ്. ഓക്കെ, അപ്പം പ്രാവശ്യം അവിടെ പോയി ലിഫ്റ്റ് മേടിക്കാം. കുഴഞ്ഞ കേട്ടോ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വിജയാസിൻ്റെ ഇവിടം വരെ കഴിഞ്ഞോട്ട് എനിക്ക് ഇവിടെ ലിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്കുമായിരുന്നു എന്നെ. സ്വന്തം അനിയനെ വരെ കണ്ടോ. പക്ഷെ നമ്മൾ വേണ്ട, യാത്ര ഇറങ്ങിയ പിന്നെ യാത്രയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ തെങ്കാശി പോകുന്നതാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. യാത്ര ചെയ്യാം, മറ്റേ അവന്മാർ ഫുഡ് കഴിക്കാൻ അവിടെ പോകുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വാ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അല്ലാതെ പൊക്കോളാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മളിവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ലിഫ്റ്റ് മേടിക്കണം. ഞാൻ നേരത്തെ ഒലിച്ചു കേട്ടോ, നല്ല ഇതായി. ഓക്കെ, ഇത് കേരളാണല്ലോ. ചേട്ടാ ലിഫ്റ്റ് തരൂ. ഇല്ല, ലിഫ്റ്റ് ഇല്ല. തമിഴ്നാട് വണ്ടികളിൽ വേണം കൈ കാണിക്കാൻ കേട്ടോ, എന്നാലും പരിപാടി നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ പാടാം. എൻ്റെ പൊന്നെ ഞാൻ കുഴഞ്ഞു. ഇതേ കണ്ടില്ല, ഫുള്ള് ചൂടായി. ഒരു ചേട്ടൻ നിർത്തിയായിരുന്നു കേട്ടോ. പുള്ളി ഇതാന്ന് പറഞ്ഞു, അതായത് പുള്ളി ഫുഡ് കഴിച്ച് ഉറങ്ങിയിട്ടൊക്കെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ. ഓ മൈ ഗോഡ്, പരിപാടിയുണ്ട്, നോക്കാം. എന്തായാലും കിട്ടും, ലിഫ്റ്റ് കിട്ടാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ ചിക്കു വിളിച്ചു കേട്ടോ. ചിക്കു വിളിച്ചിട്ട് എവിടെ ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എവിടെയാണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ നിങ്ങൾ ഇവിടെ കാണും, ചിലപ്പോൾ കാണത്തില്ല. സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. അമ്മമാരിവിടെ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ വഴിയാണ് കേട്ടോ. അമ്മമാരിനി കാണല്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഏത് നിമിഷവും വന്ന് ചാടാം ഫ്രണ്ടിൽ. അവന്മാരവിടം വരെ ലിഫ്റ്റ് തരാമെന്ന് വേണ്ട. ഇപ്പോൾ ഇതുവഴി വണ്ടി കുറവാണല്ലോ, നല്ല വണ്ടി കുറവാണ് കേട്ടോ. ഇതിൻ്റെ അങ്ങനെ ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടി കേട്ടോ. ഈ അണലിയിലാണ് കിട്ടിയത്. ആ ഓക്കെ, താങ്ക് യു. ആ ലിഫ്റ്റ് ടിക്കറ്റ്. അങ്ങനെ അണ്ണന് ലിഫ്റ്റ് കിട്ടിയത്. അണ്ണൻ പേരെന്താണ്? കാർത്തി. അങ്ങനെ ഇനി ആദ്യ ലിഫ്റ്റ് കാർത്തി അണ്ണൻ്റെതാണ് കേട്ടോ കിട്ടിയത്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ കാർത്തി അണ്ണനെ കിട്ടി. ഇനി കാർത്തി അണ്ണനോടെ ചെങ്കോട്ട വരെ പോകും കേട്ടോ. ഓക്കെ, താങ്ക് യു. ആണോ യൂട്യൂബ് ചാനൽ? ഇത് ട്രാവൽ വിത്ത് ദൗഫി എന്ന് പറഞ്ഞ ട്രാവലിംഗ് ചാനൽ. ആ, ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അണ്ണൻ താങ്ക് യു അണ്ണ, വളരെ സന്തോഷം. അങ്ങനെ നമ്മൾ കുന്നിക്കോടെത്തി കേട്ടോ. കുന്നിക്കോട് പച്ചിലോളൊക്കെ കഴിഞ്ഞ് ഇതുവഴി പോവാണ്. ഓക്കെ, ഇവിടുന്ന് ശബരിമല 102 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ പാട്ടുകൾ കൊണ്ടുവന്ന വണ്ടിയാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ ഇവിടുന്നാണ് ചെങ്കോട്ടയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതാണ് കേട്ടോ ഈ ഒരു വണ്ടി. സാധനം പറയുന്നത് എന്നാൽ രാവിലെ പോയിട്ട് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. അപ്പം അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പം ചേട്ടൻ പറയുന്നത് വെച്ചാൽ ഡ്രൈവറിനൊന്നും പെണ്ണ് കിട്ടാനില്ല എന്നാണ്. അത് എന്തോന്നും അറിയത്തില്ല, ഡ്രൈവർക്ക് പെണ്ണ് എടുത്ത് കൊടുക്കത്തില്ല, അറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കില്ല കേട്ടോ. ഇന്ന് എന്തൊക്കെയോ ലീവൊക്കെയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. ഈ ഒരു പാലമില്ല, ഇത് ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ് കേട്ടോ. 1877 വർഷമാണ് ഇത് പണിഞ്ഞത്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഞാനൊക്കെ. ഒരുപാട് കപ്പിൾസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാണ് ആ പാലം. ഇതൊരു തിയേറ്ററാണ് ഇവിടുത്തെ. പണ്ടൊക്കെ ഇവിടെ വന്നിട്ട് ഓർമ്മ. അത് തന്നെ ആ ഒരു പാലം ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ് കേട്ടോ. അത് ഇതുവരെ പൊളിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ മേലിലൂടെ ആളുകളെല്ലാം നടക്കുന്നുണ്ട്. അതാണ് അവരുടെ ആ ഒരു ബ്രാൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അവരുടെ ക്വാളിറ്റി അതാണ് കേട്ടോ. എന്നെ പ്രസവിച്ച സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നെ പ്രസവിച്ചത് ഈ ഹോസ്പിറ്റലാണ് കേട്ടോ, ദീൻ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലാണ് എന്നെ പ്രസവിച്ചത്. ഓക്കെ, എൻ്റെ സ്ഥലം എൻ്റെ ഉമ്മാൻ്റെ സ്ഥലം ഇവിടെയാണ് കേട്ടോ. പുനലൂരാണ്. നമ്മളങ്ങനെ പുനലൂരായി കിലോബിസാർ അപ്പുവിനെ ഓർമ്മ വെച്ചതാണ്. നമ്മൾ ഇന്ന് നേരെ മന്ദം പോവുകയാണ്. അങ്ങനെ നല്ല മലപ്രദേശമാണ് കേട്ടോ. ഫുൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല ഫുള്ള് മരങ്ങളുള്ളൊരു ഏരിയയാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ കയറുമ്പോഴത്തേക്കും. നല്ല രസമാണ് കേട്ടോ കയറി. നമ്മളിനിയിപ്പം കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാൽ തമിഴ്നാട് എത്തും. നമ്മൾ പുനലൂരൊക്കെ കേട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വണ്ടി ഓടിക്കണം. ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് ഇങ്ങനെ തെമ്മല ഡാം തെമ്മല ഡാമിലേക്ക് പോകാനുള്ള വഴി ഇതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആ വഴിയാണ് മിക്കുള്ള ആളുകളെല്ലാം പോകുന്നത്, ബാക്ക് വഴി. ഇവിടെ നല്ല രസമാണ് കേട്ടോ. തെമ്മല ഡാമിലേക്ക് പോകുന്നുള്ള വഴിയാണ്. ഇതാണ് തെമ്മല ഡാം കേട്ടോ. തെമ്മല ഡാമിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് മേലോട്ട് കയറി പോകുന്നത്. ചെറിയ പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാം കേട്ടോ. അത് സെറ്റപ്പാണ്. വരങ്ങന്മാരുണ്ട് അവിടെ. എന്നാൽ ഡേഞ്ചറാണ്. ഒരു ടൂറിസ്റ്റ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. ആണ് അണ്ണൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ രാവിലെ നല്ല മടക്കം അടിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല. വേറെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ അവന്മാരിപ്പോൾ ഇതുവഴി വരും കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവന്മാർ എന്നെ കിടന്ന് വിളിക്കുമോ, ഫുഡ് കഴിച്ചിട്ട് പോകാം. അപ്പം അത് വേണ്ട, അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലോകമൊക്കെ ഇവരുടെ കൂടാണ് കേട്ടോ. പിന്നെ അവന്മാരോട് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതൊരു വല്ലാത്തൊരു ഇടങ്ങേറാവും. ഇവന്മാരെയൊക്കെ വിട്ടിരിക്കുന്നതേ വലിയ പാടാണ്. പിന്നെ ഇവന്മാർ വീണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇല്ല. നമ്മുടെ വണ്ടി അങ്ങ് മാറ്റി വേണം കേട്ടോ, ഫ്രണ്ടോട്ട് ഇടുക. ഓക്കെ, നമ്മളിവിടെ നിൽക്കുന്ന ഇവിടെയാണ്. അണ്ണൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഈ സ്ഥലം കേട്ടോ.
ഓക്കെ. ഇതിവിടുന്ന് നേരെ ഇനി പോകുന്നത് എസ് വളമാണ് കേട്ടോ, താഴെ. നമുക്ക് ലോറിയുടെ മുകളിൽ കയറി ഇരിക്കാം. കൂട്ടുകാരന്മാർ വരുവാണെങ്കിൽ ഇമാർ ഇവിടുന്ന് കാണാം. കണ്ടില്ലേ, കുരങ്ങന്മാരായിരിക്കും, കുരങ്ങൻ. എണ്ണം പോയി ചായ കുടിച്ചിട്ട് കേട്ടോ, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യും. അതായത് നമ്മളിവിടെ പച്ചക്കറി മാർക്കറ്റുകൾ, പച്ചക്കറികൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒസൂറിൽ നിന്ന് വരും കേട്ടോ. ഒസൂർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്ന് വരും. അതുപോലെ തന്നെ മധുര നല്ല എണ്ണ, രണ്ടാമത് തെങ്കാശി ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഒസൂറിൽ 4 വണ്ടിയൊക്കെ വരും എന്നാണ് പറയുന്നത്, മലക്കറി കൊണ്ട്. അതായത് അതല്ലേ ഇഷ്ടംപോലെ വണ്ടി വരും കേട്ടോ. 4 വണ്ടിയല്ല, ഇഷ്ടംപോലെ വണ്ടികൾ വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ചുറ്റുമുള്ള ഗ്രാമപ്രദേശത്തിലുള്ള ആളുകളുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നത് ആ ഒരു ഒസൂർ മാർക്കറ്റും മധുര മാർക്കറ്റിലാണ് കേട്ടോ. എല്ലാം വരും. എല്ലാ സാധനങ്ങളും കാണും കേട്ടോ. മണ്ണാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ആ ഒരു ഗ്രാമത്തിലെ സാധനങ്ങളെല്ലാം ആ മാർക്കറ്റിൽ വന്നിട്ട് ആ മാർക്കറ്റിൽ നിന്നാണ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബൈപ്പാസിൽ വന്നിറങ്ങി കേട്ടോ. വേറൊരു വഴിയായിരുന്നു, ഈ വഴി ഞാൻ വന്നിട്ടില്ലായിരുന്നു. നമ്മൾ ബൈപ്പാസ് എത്തി. ഇതൊക്കെ ചൂരൽ കസേരകൾ ഉണ്ടാക്കുന്ന കടയാണ്. ഒരുപാട് ഇതുണ്ട് കേട്ടോ, ഒരുപാട് നാടൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അതായത് ഞാൻ വന്നപ്പം പുളി അവർ ഉണക്കുന്നത് കണ്ടു. പിന്നെ ചൂരലിൻ്റെ കസേര, അതുപോലെ തന്നെ വേറെ സ്കൂളുകളൊക്കെയാണ് കേട്ടോ. സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളേരിയകളിൽ നടക്കുന്നുണ്ട്. പിന്നെ ബീഡി തുറക്കുന്നത്, അത് തന്നെ ബീഡി, അതായത് റോഡ് സൈഡിൽ ഇരുന്നൊരു ബീഡി റെഡിയാക്കുന്നത്. ഇതെല്ലാം നാടൻ കാഴ്ചകളാണ്, നാട്ടുപ്രദേശത്തൂടെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ഇച്ചിരി ലോങ് ഷൂട്ടാണ്, അതാണ് എനിക്ക് ക്യാമറ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാതെ. ഓക്കെ, ഇപ്പോൾ ഗ്രാമത്തിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പം ബൈപ്പാസ് മെയിൻ റോഡ്